മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയ ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പ്യാഡ് ചോദ്യമാണ് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അതിനെ ചുരുക്കിയിട്ട് ഇങ്ങനെ പറയാം, അതായത് അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതിനകത്ത് വന്നിട്ടുള്ള ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഏരിയയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ ത്രികോണത്തിന്റെ ഉള്ളിലുള്ള ചതുരം, ത്രികോണത്തിന്റെ ഉള്ളിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന ഈ ചതുരത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻസ്ക്രൈബ്ഡ് റെക്റ്റാങ്കിൾ ഇൻ ദ ട്രയാങ്കിൾ അത് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് വീഡിയോ അതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ് ഇവിടെയാണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് 11 മീറ്റർ തന്നിട്ടുണ്ട്, ഇവിടുന്ന് ഇവിടത്തേക്ക് 5 മീറ്റർ തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഏരിയയാണ്. അപ്പൊ അതിന്റെ നീളം കിട്ടണം, അതിന്റെ വീതി കിട്ടണം, അല്ലെ, ലെങ്ത് ബ്രെഡ്ത്ത് ഇതൊക്കെ കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ കഴിയുക. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ പല രീതികൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ ചിലർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകാം, ചിലർക്ക് ആൻസർ കിട്ടിയിട്ടില്ലായിരിക്കാം. അപ്പൊ ഇത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. നോക്കൂ കുട്ടികളെ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ, ഈ ചതുരത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ആ ചതുരവുമായി ബന്ധപ്പെട്ട നീളങ്ങൾ നമുക്കൊന്നും തന്നിട്ടില്ല. അതിന് തൊട്ടിട്ട് ഇവിടം വരെയുള്ള നീളമുണ്ട്, അതേപോലെ ഇതിന്റെ നീളത്തിന് തൊട്ട് ഇപ്പുറമുള്ള നീളമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ഇവിടെ ഇത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് ചതുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ വര ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഇത് വരിക. ഓക്കെ, അപ്പൊ ഈ വര ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇതും എത്രയായിരിക്കാം? 90 ഡിഗ്രി ആയിരിക്കും അതിൻ്റെയും അളവ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഈ ഒരു ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞാല് നമ്മൾക്ക് അതിൽ കാണാൻ കഴിയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഈ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നതാണ്, അല്ലെ. അതായത് ഈ ത്രികോണത്തിന്റെ ഒരു വശം നമ്മുടെ ചതുരത്തിന്റെ വീതിയാണ്. അതേപോലെ ഈ ത്രികോണം എടുത്തു കഴിഞ്ഞാല് ആ ത്രികോണത്തിന്റെ ഒരു വശം നമ്മുടെ ചതുരത്തിന്റെ നീളമാണ്. അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് നമ്മുടെ റെക്റ്റാങ്കിളിന്റെ ഒരു ലെങ്ത് ആണ്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്, ഈ റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് ഈ ട്രയാങ്കിളിന്റെ സൈഡാണ്. അപ്പൊ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഈ ത്രികോണത്തിന്റെ ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട്, ഈ ഒരു ത്രികോണത്തിന്റെയും ഒരു വശം തന്നിട്ടുണ്ട്. അപ്പോൾ ത്രികോണത്തിന്റെ വശങ്ങൾ ഓരോന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആ ത്രികോണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ട്രയാങ്കിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, റിലേറ്റഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, ഇത് ഈ സൈഡിന് പാരലാണ് ഈ സൈഡ്. കാരണം എന്താ? ഇത് ഒരു ചതുരമാണ്. അപ്പൊ ഇതിന് സമാന്തരമായിട്ടുള്ളൊരു വരയാണ് ഈ വര. ഈ സമാന്തരമായിട്ടുള്ള ആ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ലൈനും പാരലൽ ലൈനാണ്. അതായത് ഞാൻ ഇങ്ങോട്ട് അതിനെ വേറെ വരച്ചാല് ഇങ്ങനെയുള്ള ഒരു ലൈന്, അതേപോലെ നമുക്ക് ഈ താഴെ ഇങ്ങനെ ഒരു വരയുണ്ട്. ഓക്കെ, ഈ ലൈനിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈന്. അപ്പോൾ ഇങ്ങനെ ഓർമ്മയില്ല, ഈ ചിത്രം മനസ്സിലായില്ലേ? ഇതാണ് ഞാനിപ്പോ ഇവിടെ വരച്ചത്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് രണ്ടും പാരലൽ ലൈൻ ആയത് കൊണ്ട് തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട്? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അതായത് ഈ രണ്ട് പാരലൽ ലൈൻസിന്റെ ട്രാൻസ്വേഴ്സ് ആണ് ഇത്. അതായത് ഈ സമാന്തര വരകളെ മുറിക്കുന്ന ഒരു വരയാണ് ഇത്. അങ്ങനെ വരുന്ന സമയത്തുള്ള സമാന കോണുകൾ എന്ന് മലയാളത്തിൽ പറയും, കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ അവ ഈക്വൽ ആണ്. പാരലൽ ലൈൻസിന് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇത് വരിക. ഇത് നമ്മൾ തീറ്റ എന്ന് എടുത്താൽ ഇതും എന്താണ് വരിക? തീറ്റ ആയിരിക്കും ഇത് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഇവിടെ എഴുതാം, ഇതിനെ ഞാൻ തീറ്റ എന്ന് എടുത്താൽ ഇതും എന്താണ് വരിക? തീറ്റയാണ് വരിക. കറക്റ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ട്രയാങ്കിളിന്റെ
ഈ ആംഗിള് 90, ഇത് തീറ്റ, അതേപോലെ ഇതിന്റെ 90 ഇത് തീറ്റ. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. എന്താ ഡൗട്ട് ഉണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ട്രയാങ്കിള് വരുന്ന സമയത്ത് ശ്രദ്ധിക്ക, ഇങ്ങനെയുള്ള ട്രയാങ്കിള് നമുക്ക് കിട്ടുമ്പോൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് വരച്ചിട്ടാണല്ലോ ഇത് നമ്മളെ ചോദ്യം ഉണ്ടായത്. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നോക്കൂ, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. നോക്ക്, ഈ തീറ്റയ്ക്ക് പകരം ഞാൻ 50 എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക. അപ്പോൾ ഇതും 50 ആയിരിക്കും കറസ്പോണ്ടിങ് ആയതുകൊണ്ട്. അപ്പൊ ഇത് 90 ആണ്, ഇത് 90 ആണ്, 90 ആണ്. ഇത് 50 ആവുമ്പോൾ ഇത് എത്ര വരും? 90 + 50യും 40യും കൂടെ ആഡ് ചെയ്താൽ 180 ആയി അല്ലേ? അപ്പോൾ ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. 180 ഡിഗ്രിയാണ് ത്രികോണത്തിലെ 3 കോണുകളുടെ തുക. അപ്പോ ഇതും എത്ര കിട്ടും നോക്കിയാൽ 90, 50, 140 കഴിച്ച് ബാക്കി നമുക്ക് കിട്ടും 40 എന്ന്, 40 എന്ന് അതും കിട്ടും. നോക്കിയാൽ ഇത് 50 ആകുമ്പോൾ ഇത് 40, 50 ആകുമ്പോൾ 40. 3 ആംഗിള് ഈ ത്രികോണത്തിന്റെ 3 കോണുകളും ഈ ത്രികോണത്തിന്റെ 3 കോണുകളും ഈക്വൽ ആണ്. 2 കോണുകൾ ഈക്വൽ ആയാൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 ആംഗിളുകൾ ഈക്വൽ ആയാൽ തന്നെ, ഇത് 2 ഈക്വൽ ആണ് നമുക്ക് കിട്ടിയല്ലോ. 2 ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ 2 ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്, സിമിലർ ആയിട്ടുള്ള സദൃശ ത്രികോണങ്ങളാണെന്ന് പറയാൻ പറ്റും. അതായത് ഇതും 90, ഇത് 90, ഇത് തീറ്റ, ഇതും തീറ്റ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് സിമിലർ. അതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ്. അതായത് ട്രയാങ്കിൾസ് ഞാനിവിടെ എഴുതാം, സിമിലർ ട്രയാങ്കിൾസ്, സിമിലർ ട്രയാങ്കിൾസ്. മലയാളത്തിൽ നമ്മൾ എഴുതിയാല് സദൃശ ത്രികോണങ്ങൾ, സദൃശ ത്രികോണങ്ങളാണ് ഇവ, സദൃശ ത്രികോണങ്ങൾ. സദൃശ ത്രികോണങ്ങൾ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. സദൃശ ത്രികോണങ്ങൾ ആകുമ്പോഴുള്ള പ്രത്യേകത, സദൃശ ത്രികോണങ്ങൾ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ? കറസ്പോണ്ടിങ് സൈഡ്സ് പ്രപ്പോർഷണൽ ആയിരിക്കും. എന്താണ് ഈ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ഈ 90ക്ക് മുട്ടിയിട്ടുള്ളതാണ് ഈ സൈഡ്, കറക്റ്റ് അല്ലേ? അതേപോലെ 90ക്കും തീറ്റക്കും മുട്ടിയിട്ടുള്ളതാണ് ഈ 11 മീറ്റർ, 90ക്കും തീറ്റക്കും മുട്ടിയിട്ടുള്ളതാണ് ഈ സൈഡ്. അപ്പോ ഈ റെക്ടാങ്കിളിന്റെ, ഈ ചതുരത്തിന്റെ വശങ്ങളെ നമ്മള് ഇതിനെ ഞാൻ എ എന്നും, ഇതിനെ ഞാൻ എ എന്നും, ഇതിനെ ഈ സൈഡിനെ ഞാൻ ബി എന്നും എടുത്തു കഴിഞ്ഞാല്, ഈ റെക്ടാങ്കിളിന്റെ ഈ സൈഡ് എ, ഇത് ബി എടുത്താല് ഇത് ബി ആയിരിക്കും, ഇത് എ ആയിരിക്കും, ഈ സൈഡ് എ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് 2 ട്രയാങ്കിൾസും ആംഗിൾസുകൾ ഈക്വൽ ആയതുകൊണ്ട്, സിമിലർ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഈ 90യും തീറ്റയും ടച്ച് ചെയ്യുന്ന സൈഡാണ് 11 മീറ്റർ. കാണുന്നുണ്ടല്ലോ, 11 മീറ്റർ, 11 മീറ്റർ. അതേപോലെ 90യും തീറ്റയും ടച്ച് ചെയ്യുന്ന സൈഡാണ് ഏത്? എ എന്ന് പറയുന്ന സൈഡ്. അപ്പൊ ആ 11/a ഈക്വൽ ടു ഈ സൈഡ് ബൈ ഈ സൈഡ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഈ സൈഡ് ബൈ ഈ സൈഡ് എന്ന് എഴുതാം. നോക്കൂ, ഇതിനും ഇതിനും എന്താണ്? സിമിലർ ആയിട്ടുള്ള സൈഡാണ്. അപ്പൊ എന്തെഴുതാം? ഈക്വൽ ടു ബി ബൈ നമുക്ക് എത്ര കിട്ടും? ഈ സൈഡ് നമുക്ക് എത്ര കിട്ടും? 5. ഓക്കെ, ബി ബൈ 5 ഈക്വൽ ടു നമുക്ക് 11/a. ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് കിട്ടും a ഇൻറ്റു ബി, a ഇൻറ്റു ബി ഈക്വൽ ടു എന്ത് കിട്ടും? 11 ഇൻറ്റു 5. a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതാ, ഈ സൈഡ് ഇൻറ്റു ഈ സൈഡ്, അത് ആരുടെ ഏരിയ ആണ്? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ. അപ്പൊ നമ്മൾക്ക് കിട്ടും ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. എത്ര കിട്ടി? a ഇൻറ്റു ബി ആണ് വരിക. a ഇൻറ്റു ബി ഈക്വൽ ടു 11, 5 നമുക്ക് കിട്ടും 55. 55 സ്ക്വയർ മീറ്റർ, സ്ക്വയർ മീറ്റർ. ഇവിടെ മീറ്ററിൽ തന്നുകൊണ്ട് സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് സിമ്പിൾ ആയി കിട്ടുന്നു. അപ്പൊ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ റെക്ടാങ്കിളിന്റെ സൈഡുകൾ തമ്മിൽ നമുക്ക് ഒരു അളവും തന്നിട്ടില്ലെങ്കിലും ഇവിടെ ഈ സിമിലർ ട്രയാങ്കിൾ തന്നിരിക്കുന്ന മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്നതിലൂടെ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഏരിയയുടെ ഫോർമുലയിലേക്ക് തന്നെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് റെക്ടാങ്കിളിന്റെ ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റെക്ടാങ്കിൾ ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മലയാളത്തിൽ പറഞ്ഞാല് നീളം ഗുണിക്കണം വീതി. ആരുടെ? ചതുരത്തിന്റെ പരപ്പളവ്. ഇപ്പൊ ചതുര പരപ്പളവ്. അപ്പൊ അത് നമ്മൾ എന്തെല്ലാം എടുത്തത്? ഒരു സൈഡ് നമ്മൾ എ എടുത്തു, ഒരു സൈഡ് നമ്മൾ ബി എടുത്തു. അപ്പൊ ഇതിന്റെ വരിക എ ഇൻറ്റു ബി ആണ് ഏരിയ വരിക. നമ്മൾക്ക് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ് തമ്മിൽ പ്രപ്പോർഷൻ, ആ പ്രപ്പോർഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടി? എ ഇൻറ്റു ബി ഈക്വൽ ടു 11 ഇൻറ്റു 5 കിട്ടി. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, 55 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ക്ലാസ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. ബൈ.